വേറൊരാളുടെ കർമ്മദോഷം ഒരാൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. പക്ഷെ അതിൻ്റെ ഡെപ്ത് കുറച്ച് അവർക്ക് നിങ്ങൾ ഇന്ന വഴിയെ പോയാൽ ഇന്ന റൂട്ടിന് പോയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പണ്ടൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു, അല്ലെങ്കിൽ മുജ്ജന്മത്തിൽ നിങ്ങൾ ചെയ്തിരുന്നു. ഇപ്പം ഈ നിമിഷത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അത് നിങ്ങൾ ചെയ്തു പോകുന്ന അവൻ്റെ തൊഴിലിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ നോക്കി മനസ്സിലാക്കി നിങ്ങൾ ഇന്ന വഴിക്ക് തിരിച്ചുവിടും. കാരണം ഇന്ന വഴിക്ക് നിങ്ങൾ പോകൂ, അപ്പോൾ നിങ്ങളുടെ ഈ കർമ്മഫലത്തിൻ്റെ ഡെപ്ത് കുറയും, ആ പ്രശ്നം മാറിക്കിട്ടും. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉണ്ടാവും എന്ന് നമ്മളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ചിലപ്പോൾ ഒരു ഹീലിംഗ് പോലും വേണ്ടി വരില്ല ചില ആളുകൾക്ക്. കാരണം അവനോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ 10 പേർക്ക് ഭക്ഷണം കൊടുക്കൂ, വസ്ത്രം പാവപ്പെട്ട ദരിദ്രമായിട്ടുള്ള ആളുകൾക്ക് വസ്ത്രം കൊടുക്കൂ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക്, അത് ഈ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കുട്ടികളുടെ അമ്മമാർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ പഠനത്തിന് പുറകോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ദരിദ്രമായിട്ടുള്ള അവർക്ക് വളരെയധികം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള പഠന സൗകര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കി കൊടുക്കുക, വസ്തുവകൾ വാങ്ങിച്ചു കൊടുക്കൂ, പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കൂ, പെൻസിൽ വാങ്ങിച്ചു കൊടുക്കൂ, അങ്ങനെയൊക്കെ ചെയ്യാൻ പറയും. ചില ആളുകൾ ചില വൃക്ഷങ്ങൾ നടാൻ പറയും, അത് റേഡിയേഷൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഇത് മാറ്റി കൊടുക്കുമ്പോൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരുടെ ഈ കർമ്മഫലത്തിൻ്റെ ഡെപ്ത് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അവരപ്പം അനുഭവിക്കുന്ന കഷ്ടപ്പാടിന് ഒരു പരിധി വരെ ഒരു സമാധാനം അവർക്ക് കിട്ടും. ഇപ്പോൾ ജ്യോതിഷികളും ചെയ്യുന്ന അങ്ങനെയാണ്, നിങ്ങൾ ഇന്ന വഴിക്ക് നിങ്ങൾ ഇന്ന കാര്യം ചെയ്തു എന്ന് ജ്യോതിഷികളും പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷേ എല്ലാവരും അത് അവരെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്ന ജ്യോതിഷികൾ പറയുമ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുമെന്ന് പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതല്ല പറയുന്നത്. പൂജകൾ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. കാരണം ഒരു ക്ഷേത്രത്തിൽ തന്നെയല്ല അവർ ചിലപ്പോൾ ഒരു പൂജ അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യാൻ പറയുക, പല ക്ഷേത്രത്തിലായിരിക്കും. അതിൻ്റെ ഒരു വേരിയേഷൻ കൊണ്ട് ചിലപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഇവർക്ക് വരാം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല. നമ്മൾ ഈ ഹീലിംഗ് കൊടുക്കും, ചിലപ്പോൾ ഹീലിംഗ് കൊടുക്കാതെ തന്നെ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇന്ന ഭാഗത്ത് ചിലപ്പോൾ വാസ്തുവിൻ്റെ പ്രശ്നമാണെങ്കിൽ ആ വാസ്തുവെ ഒന്ന് കറക്റ്റ് ചെയ്യൂ, എന്നിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെ ഇന്ന ആളുകളെ സഹായിക്കൂ. ഇത് കണ്ടെത്താൻ സാധിക്കും ഇവൻ്റെ എന്തുകൊണ്ടാണ്. ഇനി പ്രസൻറ്റ് കർമ്മഫലമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവന് ഇത് അനുഭവിക്കാൻ വിധി വന്നു എന്ന് നമുക്കത് കണ്ടെത്താൻ സാധിക്കും. ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.